തൃശ്ശൂർ ജോസഫ് ടാജ് DC അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവിടെ ഈ മേയർ ചില തർക്കമുണ്ടെന്ന് ചില പ്രതികരണങ്ങളുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശ്രദ്ധിക്കുകയുണ്ടായി. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ള വലിയ വാർത്ത മാധ്യമങ്ങൾ വരികയുണ്ട്. സത്യത്തെ കണ്ണടച്ച് കാണുന്നത് ശരിയല്ല. ഞങ്ങൾക്കുള്ള നിർദ്ദേശപ്രകാരം സ്വയറിംഗ് സെറിമണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചത്. 21-ാം തീയതിയായിരുന്നു സ്വയറിംഗ്. 21-ന് ഈവനിങ്ങിനെ കോർ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നു. 22-ന് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നു. അതിനിടയിൽ വ്യക്തിപരമായി കൗൺസിലേഴ്സായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്നു. ഇന്നലെ 24-ആണ്. ഇന്നലെ അതിൻ്റെ എല്ലാം റിപ്പോർട്ട് സഹിതം ബഹുമാനപ്പെട്ട KPCCയും നേതാക്കന്മാരായി സംസാരിച്ചു. ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നടപടിക്രമത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഞങ്ങളിനി പ്രഖ്യാപിക്കാൻ പോകുന്ന തീരുമാനം പാർലമെൻ്ററി പാർട്ടി, ദാറ്റ് മീൻസ് കൗൺസിലേഴ്സിൻ്റെ തീരുമാനമാണ്. അത് കൗൺസിലേഴ്സ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയാണ് നിയമിച്ചത്. എന്നിരുന്നാലും ഞാൻ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന KPCC നേതൃത്വവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയറായി KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ A പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തൃശ്ശൂർ നഗരവാസികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ്. കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയെയാണ് ഈ നഗരവാസികൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. ആ വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഈ നഗരത്തെ, നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഉറപ്പുണ്ട്, ജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് തൃശ്ശൂരിൻ്റെ മുഖച്ഛായ ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങൾ മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളത് പ്രഖ്യാപിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉചിതമായ തീരുമാനം എടുത്ത് അതാത് സമയങ്ങളിൽ അറിയിക്കും. ഇത് KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കണം, അവരുടെ അഭിപ്രായം എടുക്കണം. അതിലൊരു കാരണവശാലും കൈപ്പൊന്തിച്ചിട്ടോ ബാലറ്റ് പ്രകാരമോ വോട്ടെടുപ്പ് പാടില്ല. കൂടിക്കാഴ്ചയിലൂടെ അഭിപ്രായ സമന്വയം അല്ലെങ്കിൽ അഭിപ്രായം തേടിയതിന് ശേഷം ബന്ധപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കണം. അതാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതാണ് പാർട്ടിയുടെ തീരുമാനം. അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, പാർലമെൻ്ററി പാർട്ടി കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായമാണ് ഞങ്ങളിവിടെ കണക്കിലെടുത്തേക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഉചിതമായ തീരുമാനം അതാത് സമയങ്ങളിൽ എടുക്കും, നിങ്ങൾ അറിയിക്കും. ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 19 പേരില്ലേ? ഞങ്ങൾക്ക് 19 വനിതാ കൗൺസിലേഴ്സ് ഉണ്ട്. അതിലെ ഒരുപാട് പേര് എല്ലാവരും അർഹരാണ്, യോഗ്യരാണ്. പക്ഷെ പാർട്ടി ഒരാളെ ഒരു സമയത്താക്കാൻ പറ്റും. അത് കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്.
ഡോക്ടർ നിജി ജസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് 2005 മുതൽ. അതിനുശേഷം 2007 മുതൽ അവർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അവർ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. അല്ല, ഇതിലാരും പരിഭവപ്പെടേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായും പാർലമെന്ററി പാർട്ടി തീരുമാനമല്ലേ, അത് അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും പരിഭവപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതാ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മാനദണ്ഡം നിങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ടാണ്. KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെന്ററി പാർട്ടി തീരുമാനമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. ആ പാർലമെന്ററി പാർട്ടിയിലെ കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം, അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചല്ലോ. അല്ലാതെ കണ്ട് ഓരോന്നും സെപ്പറേറ്റ് അല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരാളെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അത് എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ വലിയ സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഓരോ കാലത്തുമുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. നാളുകളിൽ കോർപ്പറേഷൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു കറക്റ്റീവ് മെഷറായി നിൽക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാകണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നത്തിങ്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഒരു പാർലമെന്ററി പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊന്നും ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഡെപ്യൂട്ടി മേയറായിരിക്കുന്നത് ശ്രീ A. പ്രസാദ്. അദ്ദേഹം KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ KPCC സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പദവി. ഇപ്പോൾ അതുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. തൃശ്ശൂർ DC സ്റ്റേഷൻ ജോസഫ് ടാജറ്റ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ. ഡോക്ടർ നിജി ജസ്റ്റിനാണ് അവിടുത്തെ മേയർ. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. DCC വൈസ് പ്രസിഡന്റുമാണ്. ലാലി ജെയിംസിന്റെ പേര് കേട്ടിരുന്നു. ലാലി ജെയിംസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച കൗൺസിലർ. 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അപ്പോൾ അതിലിനി എന്തെങ്കിലുമൊക്കെ പരസ്യ പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളതാണ് തൃശ്ശൂരിലത്തെ ആകാംക്ഷ കൊച്ചു കണക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.